നമസ്കാരം. കർണാടക ഷിരൂരിൽ ദേശീയപാതയിലുണ്ടായ മണ്ണിടിച്ചിൽ അപകടത്തിൽപ്പെട്ട മലയാളി ഡ്രൈവറെ കുറിച്ച് 4ാം ദിവസവും വിവരമില്ല. കോഴിക്കോട് സ്വദേശി അർജുനാണ് അപകടത്തിൽപ്പെട്ടിട്ടുള്ളത്. GPS സംവിധാനം വഴി പരിശോധിക്കുമ്പോൾ മണ്ണിനടിയിലാണ് ലോറി കിടക്കുന്നതെന്നാണ് കണ്ടെത്താനായിട്ടുള്ളത്. എന്നാൽ അർജുനെ കുറിച്ച് യാതൊരു വിവരവും ഇതുവരെ ലഭിച്ചിട്ടില്ല. അതേസമയം രക്ഷാപ്രവർത്തനം കാര്യക്ഷമമല്ലെന്ന് ആരോപിച്ച് അർജുന്റെ കുടുംബം രംഗത്തെത്തിയിട്ടുണ്ട്. കേരള സർക്കാർ വിഷയത്തിൽ അടിയന്തരമായി ഇടപെടണമെന്നും കുടുംബം അഭ്യർത്ഥിച്ചിട്ടുണ്ട്. അർജുൻ മടങ്ങി വരുമെന്ന പ്രതീക്ഷയിൽ കഴിയുകയാണ് അദ്ദേഹത്തിന്റെ കുടുംബം. അർജുന് 2 ഫോണുകളാണ് ഉള്ളത്. മണ്ണിടിച്ചിൽ ഉണ്ടായെന്ന് അറിഞ്ഞതു മുതൽ ആദ്യ നമ്പറിലേക്ക് വിളിച്ചിരുന്നെങ്കിലും അത് സ്വിച്ച് ഓഫ് ആയിരുന്നു. 2ാമത്തെ നമ്പറും കഴിഞ്ഞ ദിവസം വരെ സ്വിച്ച് ഓഫ് ആയിരുന്നുവെങ്കിലും ഇന്ന് രാവിലെ വിളിച്ചപ്പോൾ അർജുന്റെ ഫോണ് റിങ് ചെയ്തെന്ന് ഭാര്യ പറഞ്ഞു. എന്നാൽ അർജുൻ ഫോൺ എടുക്കുകയോ തിരിച്ചു വിളിക്കുകയോ ചെയ്തിട്ടില്ല. വീണ്ടും ഫോണിലേക്ക് വിളിച്ചപ്പോൾ ഫോൺ സ്വിച്ച് ഓഫ് ആയെന്നും ഭാര്യ പറയുന്നു. അർജുൻ തന്നെ ഫോൺ ഓണാക്കി ഓഫാക്കിയതാണോ എന്നാണ് കുടുംബത്തിന്റെ സംശയം. എത്രയും പെട്ടെന്ന് സർക്കാർ തലത്തിൽ ഇടപെടൽ ഉണ്ടാകണമെന്നും രക്ഷാപ്രവർത്തനം വേഗത്തിലാക്കണമെന്നും കുടുംബം അഭ്യർത്ഥിക്കുന്നു. അതേസമയം സംഭവത്തെക്കുറിച്ച് ഇന്നാണ് വിവരം ലഭിച്ചതെന്നും ഉദ്യോഗസ്ഥ തലത്തിൽ ബന്ധപ്പെട്ടിട്ടുണ്ടെന്നും ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ വ്യക്തമാക്കുന്നു. കർണാടക ഗതാഗത മന്ത്രിയായും ആഭ്യന്തര മന്ത്രിയായും ബന്ധപ്പെടാൻ ശ്രമിക്കുന്നുണ്ടെന്നും 2 ദിവസമായിട്ടും വിവരങ്ങൾ വന്നിട്ടില്ലെന്നത് ദൗർഭാഗ്യകരമായ സംഭവമാണെന്നും അദ്ദേഹം പറയുന്നു. രക്ഷാപ്രവർത്തനം ഉടൻ ആരംഭിക്കുമെന്നാണ് ഉത്തര കന്നഡ SP അറിയിച്ചതെന്ന് കോഴിക്കോട് MP MK രാഘവൻ പ്രതികരിച്ചിട്ടുണ്ട്. SP ബന്ധപ്പെട്ടിരുന്നുവെന്നും നാവികസേനയെ എത്തിയ ശേഷം രക്ഷാപ്രവർത്തനം ആരംഭിക്കുമെന്ന് അദ്ദേഹം വ്യക്തമാക്കിയതായി MP പറയുന്നു. കർണാടക മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ബന്ധപ്പെട്ടിട്ടുണ്ടെന്നും അദ്ദേഹം അറിയിച്ചിട്ടുണ്ട്. കനത്ത മഴ തുടരുന്നത് രക്ഷാപ്രവർത്തനത്തിന് വെല്ലുവിളിയാണെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു. മേഖലയിൽ വൻ മണ്ണിടിച്ചിലാണ് ഉണ്ടായത്. പ്രദേശത്ത് ടാങ്കർ ലോറി അടക്കം മണ്ണിടിച്ചിൽ ഒഴുകിപ്പോയ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ എത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.